കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന് രണ്ട് സംഭവങ്ങളുണ്ടായി. ആദ്യത്തേത്, അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ കൃത്യമായി ഒരു വർഗീയതയുടെ പശ്ചാത്തലത്തിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തോടെ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം. രണ്ടാമത്തേത്, രാഷ്ട്രീയമായ ഒരു നിലപാടിൻ്റെ പങ്കുവെക്കൽ. ഏതായാലും സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ടതിൽ ഒരുപാട് സന്തോഷം, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. ഈ കാര്യത്തിൽ വളരെ സമയബന്ധിതമായി ഇടപെട്ട് സർവീസിൻ്റെ ബാക്കിയുള്ള സംഗതികളിലൊക്കെ അയാളെ ഇട്ട് നശിപ്പിക്കാൻ കാത്തിരുന്നവർക്ക് മനോഹരമായ തിരിച്ചടിയായി അങ്ങയുടെ ഇടപെടൽ. പക്ഷേ അങ്ങയുടെ കാലത്ത് ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമാണ്. അതായത് ക്രിമിനൽ സ്വഭാവത്തോടെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയോ വർഗീയതയോ ആരോപിക്കപ്പെട്ട് അത്തരത്തിൽ ഒരു ക്രിമിനൽ ഭാവത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നവർക്കെതിരെ വളരെ കൃത്യമായ നടപടി ഉണ്ടാവണം. വേണ്ടി വന്നാൽ കർണാടക സർക്കാർ പാസാക്കിയതുപോലെ മതവിദ്വേഷ വിരുദ്ധ ബിൽ, അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല, അത് അനിവാര്യമാണെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുകയും വേണം. അതിൽ ആരിടുന്നു, ആര് പറയുന്നു, പറയുന്നവൻ്റെ ജാതി ഏത്, മതമേത്, ഇതൊന്നും നോക്കാനേ പാടില്ല. എന്നാൽ മറുവശത്ത് സർക്കാർ ജീവനക്കാർ എന്തെങ്കിലും തരത്തിൽ ഒരു ശമ്പളം വാങ്ങുന്നതുകൊണ്ട് അവരുടെ പൗരാവകാശവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടെ രാഷ്ട്രീയ ബോധവും അടിയറവ് വെച്ച് ഒരു തരത്തിൽ പിണം പോലെ പണത്തിൻ്റെ ചുവട്ടിലാകേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക്, ഷണ്ണന്മാരുടെ രൂപത്തിലേക്ക് സർക്കാർ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കൊണ്ടെത്തിക്കരുത്. പൊതുവേ അതിനകത്ത് ഒരു 80% ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽ വരുന്നവരാണ്. ഏതർത്ഥത്തിലുള്ള ഷണ്ണന്മാരെന്ന് വെച്ചാൽ അവരവരുടെ ലോകം, അവരവരുടെ ജീവിതം, അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനി അവരുടെ ജോലിക്കല്ലാതെ ബാക്കി ലോകത്തെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. ഓണത്തിൻ്റെ ബോണസ്, പിന്നെ അതുപോലെ തന്നെ ശമ്പള വർധനവ്, ഇൻക്രിമെൻറ്റ്, ബെത്ത, കിത്ത, മെത്ത, ഇതിനപ്പുറത്തൊരു ലോകത്തെക്കുറിച്ച് ഒരു മഹാഭൂരിപക്ഷം പേരും ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ വളരെ കുറച്ച് പേർ മാത്രമാണ് രാഷ്ട്രീയ ബോധ്യത്തോടെ എന്തെങ്കിലും കാര്യം പറയുന്നത്. അത് മുന്നണി രാഷ്ട്രീയമായാലും ആകാം, അല്ലെങ്കിൽ ആകാം സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങളാകാം, സാമൂഹ്യ സ്പർദ്ധയ്ക്കെതിരെയാകാം, വർഗീയതയ്ക്കെതിരെയാകാം, ഇങ്ങനെയൊക്കെ ആകാം. ഇത്തരം അഭിപ്രായം പറയുന്നവർക്ക് ചില ഗുണങ്ങളുണ്ടാവും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവർ കൊടിയ അഴിമതിക്കാരോ മറ്റേതെങ്കിലും തരത്തിലുള്ള പണികളോ ഭയപ്പെടുന്നവരോ ആയിരിക്കത്തില്ല. അങ്ങനെ ഭയപ്പെടുന്നവരാണ് പലപ്പോഴും സറണ്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലെ വലിയ എലൈറ്റ് ക്ലാസ്സിൽ വരുന്നൊരു വിഭാഗമാണ് ഡോക്ടർമാർ. അവരെന്തെല്ലാം സംഭവങ്ങൾ കണ്ടാലും അവരൊന്നിലും ബന്ധപ്പെടില്ല. അവർ ബന്ധപ്പെടാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അവരുടെ വരവും ജലവും കണക്കും അവരുടെ പിന്നാലെ ആളുകൾ നിന്നാൽ അവർ ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അവരതിൻ്റെ പിന്നാലെ പോവില്ല. കച്ചവടക്കാരെല്ലാവരും ഒരുപാട് പേർ നിശബ്ദരാണ്. എന്തെങ്കിലും പറഞ്ഞു പോയാൽ GST കയറും, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കയറും, അല്ലെങ്കിൽ അങ്ങനെ കയറും എന്ന് വെച്ചാൽ സംസാരിക്കാൻ അറിയുന്നവനെയെല്ലാം, അവകാശമുള്ളവനെയെല്ലാം, ബോധ്യമുള്ളവനെയെല്ലാം ഷണ്ണീകരിച്ച് ഭയപ്പെടുത്തി ദുർബലമാക്കുന്ന ഭരണകൂട കൈകൾ പ്രവർത്തിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ 10, 25, 27, 30 വയസ്സിലൊരു ജോലിക്ക് കയറുമ്പോൾ അതുവരെ അവൻ പഠിച്ചു വന്നൊരു സ്കൂൾ രാഷ്ട്രീയമുണ്ട്, കോളേജ് രാഷ്ട്രീയമുണ്ട്, അവൻ്റെ ബോധ്യങ്ങളുണ്ട്. അങ്ങനെ കയറുന്നവർ വളരെ കുറച്ച് പേർ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതുപോലെ പുസ്തകപ്പുഴുക്കളെപ്പോലെ എന്തിനോ വേണ്ടി ജീവിച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവസാനിക്കുന്നവരാണ്. അവർക്ക് ഈ അവരുടെ ഉദ്യോഗ കയറ്റവും ബാക്കിയുള്ള പാരവെപ്പും മർമാണിയും കിർമാണിയും മാത്രമേ അറിയാവൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഉള്ള സ്വാതന്ത്ര്യം നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് അവകാശപ്പെടുന്ന VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. അവരെ ഷണ്ണീകരിക്കേണ്ട കാര്യമില്ല. അവർ അഭിപ്രായം പറയട്ടെ. ഇപ്പോൾ എത്രയോ വലിയ കോമഡി, സറ്റേറിക്കൽ പോസ്റ്റുകൾ, കാരിക്കേച്ചറുകൾ, കാർട്ടൂണുകൾ നെഹ്റുവിൻ്റെ കാലത്ത്, ലക്ഷ്മണൻ്റെയൊക്കെ ചരിത്രം ആത്മകഥയിൽ വായിക്കുമ്പോൾ കാണാൻ നെഹ്റുവിനെ അദ്ദേഹം വിമർശിച്ചത്, നെഹ്റു സ്വീകരിച്ച നിലപാടും. അതുപോലെ ഓരോരുത്തരും വിമർശനാത്മകമായി കാര്യങ്ങളെ കാണുന്ന ഒരു ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ നയങ്ങളെ തുരങ്കം വയ്ക്കാനോ അതിനെതിരെയോ പ്രവർത്തിച്ചാൽ അതിൽ നടപടിയെടുക്കാം. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിലിരുന്ന് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് സർക്കാർ എന്ന് പറയുന്ന ഒരു പദ്ധതി, എൻ്റെ മേൽ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു പദ്ധതിയെ ഞാൻ അട്ടിമറിക്കുകയാണെങ്കിൽ അത് നടപടിയെടുക്കാം. പക്ഷേ അതല്ലാതെ അയാൾക്ക് രാഷ്ട്രീയ ബോധമേ പാടില്ല. ഏതെങ്കിലുമൊക്കെ സമൂഹത്തിലെ മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെയോ അടങ്ങുന്നൊരു ആരെങ്കിലും വൃന്ദം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ശ്രമിക്കരുത്.
രാഷ്ട്രീയക്കാരെന്തെങ്കിലും പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ ആരെങ്കിലും ചെവിയിലേക്ക് പറഞ്ഞു തരുന്ന കാര്യം കേട്ട് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യരുത്. ക്രിമിനൽ ഭാവത്തോടെ ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥനെന്നല്ല ആരായാൽ പോലും നടപടിയെടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഈ ഉദ്യോഗസ്ഥരിൽ 10-15% പേരാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് പല യൂണിയനുകളിലും മറ്റിടത്തൊക്കെ നോക്കുമ്പോൾ അവർ കൊതിയന്മാരോ ഓവർ ടൈം കൊതിയന്മാരോ കമ്മീഷൻ അടിക്കാരോ ലാഭം ഉണ്ടാക്കുന്നവരോ ഒന്നുമല്ല. നല്ലൊരു ശതമാനം പേര് മിക്കവാറും കമ്പനി വരുത്തു പോലുമില്ല അവർ അങ്ങനെയുള്ളവരാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളെ നമ്മളൊരു വേറിട്ട രീതിയിൽ കാണേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഏതായാലും അതിലിടപെട്ട ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.